Okay, all of you take your textbook. Textbook എടുത്തോ വേഗം. Are you ready? Yes. Okay. Page number 16. Page number 16. Let's make the book. എവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? Here is Tenali Raman's story all jumbled up. Number the sentences in the correct order. Correct orderൽ നമ്മുടെ എന്താ തെനാലി രാമന്റെ സ്റ്റോറി റീറൈറ്റ് ചെയ്യാൻ നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ അതൊന്ന് ക്ലാസ്സിൽ മിസ് വായിച്ചു തരുന്നു, ഒന്നുകൂടി വായിച്ചു തരാം. ഓക്കെ. Tenali Raman had an idea. The first sentence is Tenali Raman had an idea. Second one, the king got angrier on seeing him thus. Third one, he then went to the court. Fourth one, he wanted to know what Tenali Raman was up to this time. Next, he bought a pot and made 2 small holes in it. He told Tenali Raman, "Don't ever show me your face again." The king laughed at Tenali Raman's wit. One day King Krishnadevaraya got very angry with Tenali Raman. Tenali Raman said, "Your Majesty, you asked me not to show my face, so I have covered it with a pot." Last one, he put the pot over his head. ഏതായിരിക്കും അതിൽ ഫസ്റ്റ് വൺ? ഫസ്റ്റ് സെന്റൻസ് ഏതായിരിക്കും? ഒന്ന് പറഞ്ഞേ. അതൊരു സ്റ്റോറിയാണ്. ഓക്കെ. ഓരോ സെന്റൻസ്, അതായത് എത്ര സെന്റൻസ് ഉണ്ട് ടോട്ടല്? 1 2 3 4 5 6 7 8 9 10 അല്ലെ? 10 സെന്റൻസ് അവിടെ ഉണ്ട്. ആ സെന്റൻസ് നമ്മുടെ നമ്പർ നേരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൂപ്പർ സ്റ്റോറി കിട്ടും. ഒന്ന് നോക്കിയേ, ഒന്ന് നോക്കി ഏതാ ഫസ്റ്റ് സെന്റൻസ് വരാന്ന്. ഫസ്റ്റ് വൺ ഏതിനാ നമ്പർ കൊടുക്കേണ്ടതെന്ന് അറിയോ? One day, King Krishnadevaraya got very angry with Tenali Raman. Ninth one in first number കൊടുത്തേ. One day, King Krishnadevaraya got very angry with Tenali Raman. ഒരു ദിവസം കൃഷ്ണദേവരായക്ക്, രാജാവ് കൃഷ്ണദേവരായക്ക് തെനാലി രാമനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി. Okay, one day King Krishnadevaraya got very angry with Tenali Raman. Ini second one. Second ഏതാണെന്ന് അറിയോ? He told Tenali Raman, "Don't ever show me your face again." കണ്ടോ? എത്രാമത്താണ്? 1 2 3 4 5 6. Sixth one in second number കൊടുത്തേ. He told Tenali Raman, "Don't ever show me your face again." എന്താ പറഞ്ഞ കിങ്? നിന്റെ മുഖം ഇനി എന്നെ ഒരു പ്രാവശ്യം കൂടി കാണിക്കരുത് അല്ലേ? നീ എന്റെ മുൻപിൽ വന്ന് പോകരുത്, എന്റെ മുഖം എനിക്ക് കാണേ വേണ്ട. Don't show me your face again. നിന്നെ ഒന്നുകൂടി നീ നിന്റെ മുഖം എന്നെ കാണിക്കരുത്, എനിക്ക് നിന്നെ കാണണ്ട. Third one. Which is the third one? First one. First sentence എന്താ? Tenali Raman had an idea. Tenali Ramanu ഒരു ഐഡിയ തോന്നി. അതാണ് third one. Third number കൊടുത്തോ? ഫസ്റ്റ് സെന്റൻസിന് third number കൊടുക്കുക. ഓക്കെ. Tenali Raman ഒരു ഐഡിയ തോന്നി. ഇനി fourth one. 1 2 3 4 5. Fifth one ന് 4 number കൊടുത്തേ. Fifth one ന് 4 number കൊടുക്കുക. Fifth one. Okay. He bought a pot and made 2 small holes in it. എന്താ ചെയ്തത്? He bought a pot. അയാൾ ഒരു കലം വാങ്ങി അല്ലേ? തെനാലി രാമൻ ഒരു കലം വാങ്ങി. He bought a pot and made 2 holes on it. എന്നിട്ട് എന്ത് ചെയ്തു? 2 holes അതിലാക്കി, കണ്ണ് കാണാൻ വേണ്ടിട്ട്. Okay, 2 holes ഇട്ടു. ഇനി fifth one, last one കണ്ടോ? ലാസ്റ്റ് സെന്റൻസിന് 5 നമ്പർ കൊടുക്കുക. ദേവാഞ്ജന ചെയ്യുന്നുണ്ടോ? ദേവാഞ്ജന
What are you doing? ചെയ്തോ? ലാസ്റ്റ് വണ്ണിന് 5 നമ്പർ കൊടുത്തോ? എന്താ അത്? He put the pot over his head. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് കലത്തിന് രണ്ട് ഹോൾസ് ഇട്ടിട്ട് തലയിലൂടെ ഇട്ടു. അത് ആ പോട്ട് അയാള് തലയിൽ ഇട്ടു. He put the pot over his head. He put the pot over his head. ഇനി 6th one. തേർഡ് സെന്റൻസിന് 6 നമ്പർ കൊടുക്കാം. തേർഡ് സെന്റൻസിന് 6 എന്ന നമ്പർ കൊടുക്കാം. എന്താ അത്? He then went to the court. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അയാൾ ആ കല വിട്ടിട്ട് കോർട്ടിലേക്ക് പോയി അല്ലെ? രാജാവിന്റെ കോർട്ടിലേക്ക് പോയി. He then went to the court. Okay? ഇനി 7th one. സെക്കൻഡ് സെന്റൻസിന് സെക്കൻഡ് നമ്പർ കൊടുക്കാം. സോറി, 7th നമ്പർ കൊടുക്കാം. സെക്കൻഡ് സെന്റൻസിന് 7 നമ്പർ കൊടുക്കാം. എന്താ അത്? The king got angrier on seeing him thus. The king got angrier on seeing him thus. അങ്ങനെ പറഞ്ഞാൽ എന്താ? കിങ്ങിന് അയാളെ കണ്ടപ്പോ പിന്നെ ദേഷ്യം വന്നു അല്ലേ? He got angrier on seeing him thus. ഇനി 8th one. 1 2 3 4. ഫോർത്ത് സെന്റൻസിന് 8 എന്ന നമ്പർ കൊടുക്കാം. ഫോർത്ത് സെന്റൻസിന് 8 എന്ന നമ്പർ കൊടുക്കാം. എന്താ അത്? He wanted to know what Tenali Raman was up to his time. He wanted to know that what Tenali Raman was up to this time. പക്ഷെ അദ്ദേഹത്തിന് അറിയണമായിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും കിങ് വിചാരിച്ചു എന്തിനാപ്പ ഈ തെനാലി രാമൻ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അറിയാൻ വേണ്ടിട്ട് അറിയണമായിരുന്നു കിങ്ങിന്. He wanted to know, അദ്ദേഹത്തിന് അറിയണമായിരുന്നു what Tenali Raman was up to this time. ഈ സമയത്ത് എന്തിനാ തെനാലി രാമൻ വന്നേന്ന്. ഇനി 9th one. 9th സെന്റൻസിന് 9th എന്ന നമ്പർ കൊടുക്കുക. 9th സെന്റൻസിന് 9 എന്ന നമ്പർ കൊടുക്കുക. ഓക്കെ? Tenali Raman said, Your Majesty, you asked me not to show my face, so I have covered it with a pot. Tenali Raman എന്താ പറഞ്ഞത്? Your Majesty, തിരുമനസേ എന്നൊക്കെ വിളിക്കാറില്ലേ രാജാവിനെ? അപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്പെക്റ്റഡ് ആയിട്ട് വിളിക്കുന്നതാണ് യുവർ മജസ്റ്റി. You asked me not to show my face, so I had covered it with a pot. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മുഖം കാണണ്ടാന്ന്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കല എടുത്തിട്ടതാണ്. നിങ്ങൾക്ക് എന്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കല ഇട്ടു. ഓക്കെ? ലാസ്റ്റ് 10th one. 10 അതിന് നമ്പർ കൊടുക്കേണ്ടതെന്ന് അറിയോ? 1 2 3 4 5 6 7. 7th സെന്റൻസിന് 10 എന്ന നമ്പർ കൊടുക്കാം. ലാസ്റ്റ് വൺ പിന്നെ അതും കൂടിയല്ലേ ഉള്ളൂ. The king laughed at Tenali Raman's wit. തെനാലി രാമന്റെ വിറ്റ് കേട്ടിട്ട് നമ്മുടെ കിങ് ചിരിച്ചു. That is the story. How is it? Very funny അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ, നമ്പർ പ്രകാരം ഒന്ന് വായിച്ചേ. Which is the first sentence? Aditya? One day, King Krishnadevaraya got very angry with Tenali Raman. Okay, Ashin, second sentence. You have to unmute yourself before you reading. He told Tenali Raman, do not ever show me your face. Don't ever show me your face again. Okay. Next is Sridev Krishna, third sentence. Tenali Raman had an idea. Okay. Next is Suryadev, fourth one. He bought and fought and made two small holes in it. Okay, next is Christy Sindo. He put the rock over his head. Okay. Next, Abdul Basit. Read the 6th sentence.
Abdul Basit, read the 6th sentence. Okay, Devanjana, read the 6th sentence. He then went to the court. Okay. Alna Agustin, read the 6th sentence. Sorry, 7th sentence. The king got angrier on seeing him thus. 8th one, read Shafi. He wanted to know what Tenali Raman was up to this time. Next, Andros Prince. Read the 9th one. Tenali Raman said, Your Majesty, you asked me not to show face, so I have covered it with a powder. Okay. Next, last 10th one. Read Nihal. The king laughed at Tenali Raman's wit. Okay. Okay. In your previous lesson, page number 10. Take page number 10. Make sentences with these words. Make sentences with these words. Make sentences with these words. All of you take your notebook. All of you take your notebook. Page number Page number 10. Sorry, page number. Okay, yes, page number 10. Fun with words. Make sentences with these words. Okay. Write the question. Make sentences with these words. First one, hanging. First one, hanging. Hanging എന്ന് വെച്ചാൽ നമ്മളോട് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Hanging. The picture is hanging on the wall, right? The picture is hanging on the wall. The picture. ശ്രീവിദേവ് നോക്കമ്പടാ. അമ്മക്കെല്ലാം എടുത്തു കൊടുക്കുന്നു. ബുക്ക്, പേന. ഓ ഇല്ല, മോൻ തന്നെ എഴുതാൻ വേണ്ടിട്ട് തന്നെയാണ്. Okay. The picture is hanging on the wall. 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 Picture is hanging upon the wall. Or the picture is hanging on the wall. ഏതായാലും മതി. Okay, all of you finished? Next, which is the next one? Jumping. Jumping.
jumping. Jumping വെച്ചിട്ട് word പറഞ്ഞേ. Jumping. Simple ആയിട്ട് പറഞ്ഞേ. The dog is jumping. The dog is jumping. The dog is jumping. Next, reach. Maya reached. For the dictionary or for the book. Simple item. For the book, on the top of the shelf. On the top of the shelf. Maya reached for the book on the top of the shelf. ഇനി ലാസ്റ്റ് വേർഡ് എന്താ? കഴിഞ്ഞോടോ? പവർ ഉണ്ടോ? പവറാ? Last one, power. The motor doesn't have enough power. The motor doesn't have enough power. Okay, the motor doesn't have enough power. The motor doesn't have enough power. That's enough. കഴിഞ്ഞില്ലേ? അവർക്കും കഴിഞ്ഞില്ലേ? Okay, the picture is hanging on the wall. The dog is jumping. Maya reached for the book on the top of the shelf. The motor doesn't have enough power. ഈ words വെച്ച് നമ്മൾ ഉണ്ടാക്കിയില്ലേ? Words. All of you finished? Yes. Do you have any homework? Yes. What was your homework? Imagine that you, page number 16. Imagine that you went to one of these places. Talk to your friend about what you did there. നിങ്ങളൊരു ഹിൽ സ്റ്റേഷനിൽ പോയി ഇമാജിൻ ചെയ്യാ, അല്ലെങ്കിൽ നിങ്ങളൊരു സൂവിൽ പോയി, അല്ലെങ്കിൽ സീ സൈഡ് ഓർ അമ്യൂസ്മെന്റ് പാർക്ക്, നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയി ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ ദേവാഞ്ജന പറഞ്ഞോ? അത് കഴിഞ്ഞ ആഴ്ച ഹോംവർക്ക് ചെയ്തോ? വെരി ഗുഡ്. ചെയ്തോ ദേവപ്രിയ? യെസ്. ഇവിടെ നമ്മുടെ ദേവപ്രിയ ആൻസർ എഴുതിയിട്ടുണ്ട്. ഇതല്ലേ നമ്മളെ I went to Kochi amusement park. There are a huge play things in the park. There were many things for play. I was amazed spelling നോക്കണേ. I played the water slide. I played the water slide. It was very nice. Okay, very good. അപ്പൊ അതുപോലെ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? എത്ര പേർക്ക്? ആദിദേവ്, read your answer. Zoo.
Once I went to zoo with my family. It was very exciting and interesting experience. The name of the zoo is Trivandrum Zoo Park. We purchased the tickets and entered. The zoo. There were some pond also in the zoo. Duck and fishes were swimming in the ponds. The zoo had many varieties of birds, also like pigeons, parrot, owls, etc. We also saw a national bird peacock in the zoo, which was very nice experience. Then we saw the lions and tigers, also zebras. We enjoyed this day a lot. It was a very memorable moment for us. Who helped you to write this homework? Are you helping the mone? Amma. Okay, very good. നല്ല ആൻസർ ആണ്. ഇനി എത്ര പേര് ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ട്? ഹോംവർക്ക് ചെയ്യാതെ എത്ര പേരുണ്ട്? ഹോംവർക്ക് ചെയ്യാത്ത എല്ലാവരും ചെയ്തവരാണോ? ആഗ്നസ് ചെയ്തിട്ടില്ല, ആഷിൻ ചെയ്തിട്ടില്ല. എന്തേ? You have to write it from. ആഹാ, നിഹാലക്ക് ഇപ്പോഴാണ് നോക്കുന്നത്. You have to write it for next day, okay? Next day ഞാൻ ഇതുപോലെ ചോദിക്കും. ആൻസർ ചെയ്തിട്ട് മാത്രം വന്നാൽ മതി, okay? Who will read the next? Okay, Devanjana. Zoo. I went to the Tiruvandhuram Zoo where there are a lot of animals. I was amazed so many animals and birds together. I saw so many animals like lion, tiger, leopards, giraffe, etc. Then it was nice to see a lot of unnamed birds and to see them all. Then I was scared when I saw the snake and saw a lot of big snakes. We spent hours there. It did not seem to come from there. Okay, very good. Okay. നിങ്ങളുടെ ആൻസേഴ്സ് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരാം. മിസ് കറക്റ്റ് ചെയ്തു തരാം. ഓക്കെ, പേഴ്സണൽ ആയിട്ട് അയച്ചു ഗ്രൂപ്പിൽ അയച്ചു തരണ്ട. ഒരുപാടാവുമ്പോൾ മിസ്സിനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് അവർ ഫോർത്ത് ചാപ്റ്റർ, തോമസ് അൽവ എഡിസൺ. തോമസ് അൽവ എഡിസൺ. തോമസ് അൽവ എഡിസൺ, who is commonly known as America's greatest inventor. Who is commonly known as America's greatest inventor. അമേരിക്കയിലെ ഗ്രേറ്റസ്റ്റ് ഇൻവെന്റർ എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് ആര്? തോമസ് അൽവ എഡിസൺ. ഇറ്റ്സ് എ പോയം. ഇറ്റ്സ് എ സ്മോൾ പോയം. ഒരു ക്ലാസ് കൂടി നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പോയാണ്. ഓക്കെ, മിസ് അതിപ്പോ വായിക്കാം. We don't have enough time. Okay. Before that, get set. Match the pictures of these famous scientists with their names. Okay, take it as a homework. Okay, the homework at Agnes, do you want to say anything? Yes. English class link ittillarno. കഴിഞ്ഞ ക്ലാസ് ഇട്ടേ. എപ്പോഴായിരുന്നു ലിങ്ക് ഇടാത്തത്?
മൺഡേ. ഓക്കെ, നോക്കാം, മിസ് ചെക്ക് ചെയ്യാം. കിട്ടാത്തോണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, പറഞ്ഞോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ, മിസ് കേട്ടില്ല. അത് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ നോക്കട്ടെ ലിങ്കിന്റെ കാര്യം. ഓക്കെ, അവ തോമസ് ആൽവ എഡിസൺ പോയം മിസ് വായിക്കാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റാൻസ. തോമസ് ആൽവ എഡിസൺ, a most unusual boy, never really bothered much with any childish toy. His teacher thought he couldn't learn and sent him home from school. But Tommy's mother knew for sure he wasn't any fool. He worked as a newsboy on a train. He learned to telegraph. The way he concentrated made some people laugh. Thomas Alva Edison had inventions by the score. In his laboratory, he kept inventing more. Next page. The phonograph, electric light with fuses sockets too, a super storage battery, and movies were a few. If not for Mr. Edison, how dull our lives would be. We might not have the radio, the X-ray or TV. Okay? ഒന്നുകൂടി മിസ് വായിച്ചു തരാം. തോമസ് ആൽവ എഡിസൺ. Who is Thomas Alva Edison? He is the greatest inventor in America. അമേരിക്കയിലെ ഒരു ഗ്രേറ്റസ്റ്റ്, അതായത് അവിടെയുള്ള പ്രധാനപ്പെട്ട ഇൻവെന്ററിൽ ഒരാളായിരുന്നു ആര്? നമ്മുടെ തോമസ് ആൽവ എഡിസൺ. ഓക്കെ, തോമസ് ആൽവ എഡിസന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തോമസ് ആൽവ എഡിസൺ, എ മോസ്റ്റ് അൺയൂഷ്വൽ ബോയ്. അൺയൂഷ്വൽ ബോയ് എന്ന് പറഞ്ഞാൽ എന്താ? Who is an unusual boy? Unusual. What do you mean by unusual? Usual എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണയായി അല്ലെ, സാധാരണ പോലത്തെ, യൂഷ്വൽ. ഇനി അൺയൂഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? അസാധാരണമായതാണ് അല്ലെ. അൺയൂഷ്വൽ മീൻസ് അസാധാരണമായത്. തോമസ് ആൽവ എഡിസൺ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ഫസ്റ്റ് സ്റ്റാൻസയാണ് മിസ് പറയുന്നത്. തോമസ് ആൽവ എഡിസൺ, എ മോസ്റ്റ് അൺയൂഷ്വൽ ബോയ്. തോമസ് ആൽവ എഡിസൺ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? He is an unusual boy അല്ലെ, ഒരു അൺയൂഷ്വൽ ബോയ് ആയിരുന്നു അദ്ദേഹം. കാരണം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്, ഒരു അസാധാരണ, മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ തോമസ് ആൽവ എഡിസൺ. കാരണം he never really bothered much with any childish toy. കുട്ടികളാവുമ്പോൾ എന്തുണ്ടാവും? കുട്ടികളുടേതായ കളി ഉണ്ടാവും അല്ലെ, ചൈൽഡിഷ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ? he is never really bothered much with any childish toy. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒന്നിനോടും നമ്മുടെ ആർക്ക് താല്പര്യമില്ല? തോമസ് ആൽവ എഡിസന് തീരെ താല്പര്യമില്ല. He is not interested with any childish toy അല്ലെ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെ, കുട്ടികളാകുമ്പോൾ കുറെ കളിപ്പാട്ടങ്ങളോട് ആയിരിക്കും ഇഷ്ടം അല്ലെ. കുട്ടികളായി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് do you like toys? Do you like toys? No. Yes. സൂര്യദേവന് ഇഷ്ടമല്ല. Okay, but I like toys. എനിക്കിപ്പോഴും ടോയ്സ് കാണാനും അതിന് കുട്ടികളുടെ കൂടെ കളിക്കാൻ വരെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ കുട്ടികളാവുന്ന സമയത്ത് എന്തുണ്ടാവും? കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോട് ഇഷ്ടമുണ്ടാവും അല്ലെ. അവർക്ക് കൂടുതലും ടോയ്സിനോടായിരിക്കും ഇഷ്ടം. അമ്മേനോടും അച്ഛനും കൂടുതലായിട്ട് വാങ്ങിത്തരാൻ പറഞ്ഞ എവിടെ പോയാലും എനിക്ക് ടോയ്സ് വേണമെന്ന് എനിക്ക് പറയാം അല്ലെ. പക്ഷെ നമ്മുടെ തോമസ് ആൽവ എഡിസന് അതുമായിട്ട് ഒരു ഇഷ്ടമേ ഇല്ല. സൂര്യദേവനെ പോലെയാ, ഇഷ്ടമേ ഇല്ല. ഓക്കെ, തോമസ് ആൽവ എഡിസൺ, എ മോസ്റ്റ് അൺയൂഷ്വൽ ബോയ്. കാരണം എന്താണ്? Why he is known as an unusual boy? Because he is not interested with any childish toy അല്ലെ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോട്, കുട്ടിത്തങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു അസാധാരണമായ ഒരു കുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു ആര്? നമ്മുടെ തോമസ് ആൽവ എഡിസൺ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കുക. His teacher thought he couldn't learn and sent him home from school. But Tommy's mother knew for sure he wasn't any fool. പക്ഷെ ഇവിടെ നോക്കുക, അവൻ നമ്മുടെ സൂര്യദേവനെ പോലെയല്ല, ഒന്നും പഠിക്കില്ലായിരുന്നു. ഓക്കെ, സൂര്യദേവ് he is a smart boy, but our Thomas Alva Edison, his teacher thought he couldn't learn അല്ലെ. ആ ടീച്ചർ എന്താ, അവന്റെ ടീച്ചർ എന്താ വിചാരിച്ചത്? She thought
He couldn't learn. അവന് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? എന്നിട്ടോ and send him home from school. അവനെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു? സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു നീ ഇനി വീട്ടിൽ പോയിരുന്ന് പഠിച്ചാൽ മതി, സ്കൂളിൽ നിന്ന് നിന്നെ പഠിപ്പിക്കാൻ ആവൂല. നമുക്ക് ടീച്ചർ അവനെ കൈയൊഴിഞ്ഞു. His teacher thought he couldn't learn. അവന്റെ ടീച്ചർ വിചാരിച്ചു അവന് പഠിക്കാൻ കഴിയില്ല. And send him home from school. അവനെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ send means പറഞ്ഞു വിട്ടു. But Tommy's mother, Tommy here means Thomas Alva Edison. ടോമി എന്ന് വിളിക്കുന്നത് ടോമിന്റെ അമ്മയായിരിക്കാം. ടോമിന്റെ കുട്ടിപ്പേരാണ്, പെറ്റ് നെയിം ആണ്. But Tommy's mother knew for sure he wasn't any fool. പക്ഷെ ടോമിയുടെ അമ്മ എന്താ വിചാരിച്ചത്? നമ്മളെ ആര് തള്ളി പറഞ്ഞു കഴിഞ്ഞാലും, നമ്മുടെ ആര് ഒറ്റപ്പെടുത്തിയാലും, നമ്മുടെ അമ്മമാരല്ലേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആരാണ്? നമ്മുടെ അമ്മമാരാണ്. ടീച്ചറിന് സ്കൂളിൽ നിന്ന് ചീത്ത പറഞ്ഞാലും PTA മീറ്റിംഗിന് വന്നിട്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മയല്ലേ പിന്നെ നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇവനൊന്നും പഠിക്കില്ല, ഇവനൊന്നും ശ്രദ്ധിക്കാതിരിക്കുവോ? ഇല്ല. നമ്മുടെ അമ്മ പിന്നെ നമ്മളോട് പഠിക്കുമോനെ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ആപത്ത് വന്നാലും നമ്മുടെ കൂടെ ആരാ ഉണ്ടാവുക? നമ്മുടെ അമ്മ ഉണ്ടാവുക അല്ലേ? ഓക്കെ. But Tommy's mother knew for sure he wasn't any fool. പക്ഷെ ടോമിയുടെ അമ്മക്ക് അറിയാം എന്ത്? അവനൊരു ഫൂൾ അല്ല, അവന് പഠിക്കാൻ കഴിയും. ടീച്ചർ പറഞ്ഞതുപോലെ വീട്ടിലിരുത്തി അവനെ മണ്ടനാക്കാൻ വേണ്ടി അവന്റെ അമ്മ തീരുമാനിച്ചില്ല. But Tommy's mother knew for sure he wasn't any fool. അവനൊരു ഫൂൾ അല്ല എന്ന് അവന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അവനിൽ നല്ല വിശ്വാസം ആർക്കുണ്ടായിരുന്നു? അവന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കിയേ. He worked as a newsboy on a train. He learned to telegraph. The way he concentrated made some people laugh. Okay, first two stanza മതി. നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഒന്ന് വായിച്ചേ, ഫസ്റ്റ് 2 stanza വായിച്ചേ. ക്രിസ്റ്റി സിൻഡോ, read the first 2 stanzas. Thomas Love Edison, Thomas Alva Edison. Thomas Alva Edison, a most unusual boy. Never really bothered much with any childish toy. His teacher thought ചിന്തിച്ചു. Why are you smiling, Shamvir? Are you listening in the class? ഓരോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും വായിക്കാൻ പഠിച്ചിട്ട് വരും. ഓക്കെ? You have to read this poem minimum 3 times. Bye. Shall we wind up the class? Bye. See you in the next class.